വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ രാജിവെച്ചു. ആത്മഹത്യകളും വിഭാഗീയതയും നേതൃത്വത്തെ പിടിച്ചുലച്ചതിന് പിന്നാലെയാണ് ഈ രാജി എത്തുന്നത്. മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കോൺഗ്രസ് വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ലെന്നും ND അപ്പച്ചൻ പറഞ്ഞു. രാജി എന്നുള്ള തരത്തിലേക്ക് പോകാൻ എന്തൊരു കാരണം? രാജി സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. എന്നല്ലാതെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ KPCC നേതൃത്വം തീരുമാനിക്കട്ടെ, ഞാൻ തുടരണേ വേണ്ടയോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. നാളെ KPCC പറയാണ് അയാൾ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞാൽ ഞാൻ ഒഴിവാകും, അത്രേ ഉള്ളൂ. അതൊരു രാഷ്ട്രീയമല്ല, അത് പുറത്ത് പറയാൻ പറ്റില്ല. ND അപ്പച്ചന്റെ രാജി സ്വീകരിച്ചെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. വിഷയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ അനാവശ്യമായി വലിച്ചഴിക്കേണ്ടതില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലന്റെ പ്രതികരണവും എത്തി. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചനേട്ടൻ അദ്ദേഹത്തിൻ്റെ DC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജിക്കത്ത് തന്നിട്ടുണ്ട്. ആ രാജിക്കത്ത് സ്വീകരിച്ച് ബാക്കി നടപടികൾക്കായിട്ട് AICCക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം നിലയിൽ രാജി സമർപ്പിച്ചതാണ്. നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് പ്രിയങ്ക ഗാന്ധി അതിനകത്ത് വലിച്ചെഴുകണ്ട. പ്രിയങ്ക ഗാന്ധി ഒന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആരെ ആക്കണ്ടെന്നൊന്നും പാർട്ടിയോട് പറയാറില്ല, ഇടപെടാറില്ല. ഇത് അപ്പച്ചൻ രാജിവെച്ചു, രാജി KPCC പ്രസിഡന്റ് സ്വീകരിച്ചു. മറ്റു നടപടികൾക്ക് KPCC പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ TJ ഐസക്കിനാണ് DCC അധ്യക്ഷന്റെ ചുമതല. സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ND അപ്പച്ചന്റെ ഈ കാര്യത്തിലുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറയുന്നു താൻ രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിച്ചു. നമ്മൾ പ്രതികരണം തേടിയപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണത് പറഞ്ഞത്. KPCC അധ്യക്ഷൻ ഇക്കാര്യം അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കുറേ കാലങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നം, അതിന് ഇങ്ങനെ ഒരു പരിസമാപ്തി അല്ലേ? തീർച്ചയായും 2 ദിവസം മുമ്പാണ് ഞങ്ങൾ ND അപ്പച്ചനുമായി സംസാരിച്ചത്. വിശദമായി അദ്ദേഹം ഇവിടേക്ക് എത്തിയ ഒരു സാഹചര്യം, പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സാഹചര്യം, ഇതെല്ലാം തന്നെ വിശദീകരിച്ചു. മാത്രമല്ല നിലവിലെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വേദനകൾ എല്ലാം തന്നെ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മുള്ളംകൊല്ലിയിലെ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിവാദങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ പാർട്ടിക്കകത്ത് തന്നെ കേന്ദ്രീകരിച്ച് തന്നെ ആക്രമിക്കുന്ന രീതിയിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യം ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിനെ കൃത്യമായ രീതിയിൽ തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ND അപ്പച്ചൻ പറഞ്ഞു. മാത്രമല്ല അതിൽ അദ്ദേഹം നിർണായകമായി പ്രധാനമായി പറയാൻ ചൂണ്ടിക്കാട്ടിയ വിഷയം, താൻ ആഗ്രഹിച്ചാൽ മാത്രമേ താൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് പോകൂ എന്നുള്ള തരത്തിലൊരു നിലപാട് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. താൻ നേരത്തെ തന്നെ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു, എന്തായാലും സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ചിരുന്നതാണ് എന്നുള്ളതും ആ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത് തിടുക്കത്തിൽ എടുത്ത ഒരു തീരുമാനമായി കാണാൻ കഴിയുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങളിലൂടെ കടന്നുപോവുകയായിരുന്നു വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം. പ്രത്യേകിച്ച് മുള്ളംകൊല്ലിയിലുണ്ടായ സംഭവവികാസങ്ങൾ, വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കൊടുക്കുന്നത്, അതിന് തൊട്ടു മുമ്പ് ND അപ്പച്ചനെ തന്നെ വിളിച്ച് യോഗത്തിലെത്തിയ ശേഷം അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരുമിടുന്ന നിലപാട്, അതിനുശേഷം വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം, അതിന് തൊട്ടു പിന്നാലെ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ, ഇതിനിടയിൽ NM വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമം, ഇതെല്ലാം തന്നെ വലിയ അളവിൽ കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ഇതിനുശേഷമാണ് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു നേതൃയോഗം ചേർന്നത്. ഇതിൽ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തതുമാണ്. ഇതിലെല്ലാം തന്നെ ഒരു ധാരണയായിട്ടുണ്ട് ND അപ്പച്ചനെ നീക്കുന്ന കാര്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്രയും സീനിയറായ നേതാവിനെ ഈ തരത്തിലാണോ പരിഗണിക്കേണ്ടത്? അദ്ദേഹത്തിന് രാജിവെച്ച ഒരവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്തിച്ച് അങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ എത്തിച്ചു എന്നുള്ള ഒരു പ്രതിഷേധം അണികൾക്കിടയിൽ പുകയുന്ന സാഹചര്യം കൂടി ഉണ്ട്. സ്മിത, ശരി. വിഭാഗീയതയ്ക്കും വിവാദങ്ങൾക്കുമെല്ലാം ഒടുവിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് സ്ഥാനം ND അപ്പച്ചൻ രാജിവെച്ചത്. സുർജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ കാലമായി, വർഷങ്ങളായി സജീവ സാന്നിധ്യമാണ് ജില്ലാ കമ്മിറ്റിയിൽ എന്ന് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിൽ സജീവ പ്രവർത്തകനാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിടവാങ്ങലാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.